21 days കൊണ്ട് ലൈഫിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എന്ന എക്സ്പെരിമെന്റിന്റെ ഫസ്റ്റ് ഡേ ആണത്. നമ്മുടെ ഫസ്റ്റ് പരിപാടി ജിമ്മിൽ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ജിം സ്റ്റാർട്ട് ചെയ്തേക്കുക അല്ലേ? ഗ്ലൂക്കോസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി. 2 hours later. മെന്റാലിറ്റിയിലാണ് കാര്യം. പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണം. എന്നാ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഇവിടെ കുറെ നേരമായിട്ട് 5 മണിക്ക് വന്നിരിക്കാൻ തുടങ്ങിയതാ. സമയം എത്രയാണ്? ആദ്യ ദിവസം തന്നെ വർക്ക്ഔട്ടിന്റെ കാര്യത്തിൽ നല്ല തടസ്സം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കില്ല. കാരണം നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിട്ട് ഇരുന്നിട്ടേ നമ്മൾ എന്ത് ജോലി ചെയ്തിട്ടോ എന്ത് വരച്ചിട്ടോ കാര്യം. കണ്ടിരിക്കുന്നുണ്ടാ ഇവൻ ഇത് മുഴുവൻ പുതിയ പാക്കറ്റാ. സോ ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറഞ്ഞു തരാനുള്ളത്, നമ്മുടെ മുന്നിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അതിനെ ഫേസ് ചെയ്തതിന് മുന്നേ നമ്മുടെ ചുറ്റുവട്ടം എല്ലാം ഒന്ന് ഓക്കെ ആണോ, നമ്മൾ ഓക്കെ ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആസ് ആൻ ആർട്ടിസ്റ്റ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് പ്രോപ്പറായിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, അതുപോലെ പല കാര്യങ്ങളും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ഞാനിവിടെ ഒന്നാമത്തെ ദിവസം തന്നെ എൻ്റെ പെൻഡിങ് ആർട്ട് വർക്ക്സും എഡിറ്റ്സും എല്ലാം കൂടെ തീർക്കായിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നടക്കാൻ പോകുന്നില്ല. സോ എൻ്റെ ചുറ്റുവട്ടത്തെ എനിക്ക് ഓക്കെ ആകണ്ട, എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കി ഇടണം, ജങ്ക് അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക്ഔട്ട് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. ആ കോൺഫിഡൻസ് ആണ് ആദ്യം ബിൽഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവന്റെ ഇത്രയും മസിലിന്റെ ആവശ്യം നമുക്കില്ല. ഹെൽത്തി ഫുഡ് കഴിക്കുക, ഫിറ്റ് ആയിട്ടിരിക്കുക, ദാറ്റ്സ് ഇറ്റ്.